Hi guys, welcome back to Race Education. Application of derivative chapter മൂന്ന് കൺസെപ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് റേറ്റ് ഓഫ് ചേഞ്ച്, ഇൻക്രീസിംഗ്, ഡിക്രീസിംഗ്, മാക്സിമം, മിനിമ. സോ ഇതിൽ എല്ലാത്തിനും എല്ലാം പഠിച്ചു വെച്ചോ. മാക്സിമം മിനിമം എന്ന ക്വസ്റ്റൻ എന്തായാലും ചോദിക്കും. ഇത് രണ്ടെന്ന് ഏതെങ്കിലും ഒന്നും ക്വസ്റ്റൻ ചോദിക്കും. പറയാൻ വേണ്ടി പറ്റില്ല ഏതാണ് ക്വസ്റ്റൻ ചോദിക്കുക എന്നുള്ളത്. സോ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ക്വാണ്ടിറ്റീസിലെ കുറച്ച് ചോദ്യങ്ങൾ, ഒന്ന് രണ്ട് ചോദ്യങ്ങളാണ് ചെയ്യുന്നത്. അതും ടെക്സ്റ്റ് ബുക്കിലുള്ള NCERT ടെക്സ്റ്റ് ബുക്കിലുള്ള ചോദ്യങ്ങളിൽ കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ട്, കുറച്ച് ടഫ് ആയിട്ടില്ല, ഡയറക്ട്ലി അല്ലാത്ത കുറച്ച് ഇൻഡയറക്റ്റ് ആയിട്ട് ചുറ്റി വളഞ്ഞിട്ടുള്ള രണ്ട് ചോദ്യങ്ങളാണ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ റേറ്റ് ഓഫ് ചേഞ്ച് പറഞ്ഞ സംഭവം എന്താണ്? ആക്ച്വലി റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് എ ഫംഗ്ഷൻ അറ്റ് ആൻ ഇൻസ്റ്റന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെറിവേറ്റീവ് ഓഫ് എ ഫംഗ്ഷൻ അറ്റ് ആൻ ഇൻസ്റ്റന്റ്. സോ ഡെറിവേറ്റീവ് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് റേറ്റ് ഓഫ് ചേഞ്ച് ആണ്. അതായത് ഡി ബൈ ഡി എക്സ് എന്ന് പറഞ്ഞാൽ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ്, ആക്ച്വലി റേറ്റ് ഓഫ് ചേഞ്ച് വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ്. ഓക്കെ, സോ റേറ്റ് ഓഫ് ചേഞ്ചുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റൻ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ദ വോളിയം ഓഫ് എ ക്യൂബ് ഇസ് ഇൻക്രീസിംഗ് അറ്റ് ദ റേറ്റ് ഓഫ് 8 സെന്റിമീറ്റർ ക്യൂബ് പെർ സെക്കൻഡ്. സോ ഒരു ക്യൂബ് ഉണ്ട്, ആ ക്യൂബിന്റെ വോളിയം ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഈ ക്യൂബ് ഷേപ്പ് തന്നെ ഇതിന്റെ വോളിയം എന്താവാണ്, ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. സോ വോളിയം കൂടുമ്പോൾ സ്വാഭാവികമായിട്ട് അതിന് കുറേ കാര്യങ്ങൾ അതിനോടനുബന്ധിച്ച് കൂടും. എന്തൊക്കെ കൂടും? ഇതിന്റെ വോളിയം ഇങ്ങനെ 8 സെന്റിമീറ്റർ ക്യൂബ് വെച്ചിട്ട് ഒരേ റേറ്റിൽ വോളിയം ഇങ്ങനെ കൂടി വരികയാണ്. സോ ഈ സൈഡ് മാറും, അതിന്റെ എൻറ്റയർ സർഫസ് ഏരിയ മാറും, ഇതിന്റെ ഉള്ളിൽ ഡയഗണൽസ് ഉണ്ടെങ്കിൽ അത് മാറും. മൊത്തത്തിൽ വലുപ്പം അങ്ങനെ കൂടുകയല്ലേ വോളിയം കൂടുന്നതിനനുസരിച്ചിട്ട്. സോ കുറേ ക്വാണ്ടിറ്റീസ് അതിന്റെ കൂടെ തന്നെ മാറുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഏതോ ഒന്ന് മാറുന്ന റേറ്റ് ആണ് ചോദിച്ചത്. ഹൗ ഫാസ്റ്റ് ദ സർഫസ് ഏരിയ ഇൻക്രീസിങ്. ഓക്കെ, വോളിയം 8 സെന്റിമീറ്റർ ക്യൂബ് സെക്കൻഡ് വെച്ച് കൂടുന്ന സമയത്ത് സർഫസ് ഏരിയ ഇൻക്രീസ് ചെയ്യുന്ന റേറ്റ് ഓഫ് ചേഞ്ച് ആണ് വേണ്ടത്. ഏത് ഇൻസ്റ്റന്റിൽ? ഇവൻ എഡ്ജ് ലെങ്ത് 12 ആകുമ്പോൾ. എഡ്ജ് ലെങ്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനാണ് നമ്മൾ എഡ്ജ് ലെങ്ത് പറഞ്ഞത് കേട്ടോ. ഇവൻ ഇസ് ഈക്വൽ ടു 12 സെന്റിമീറ്റർ ആകുന്ന ഇൻസ്റ്റന്റിലെ റേറ്റ് ഓഫ് ചേഞ്ച്. എപ്പോഴും റേറ്റ് ഓഫ് ചേഞ്ച് ഏതെങ്കിലും ഒരു ഇൻസ്റ്റന്റിലെ റേറ്റ് ഓഫ് ചേഞ്ച് ആയിരിക്കും ചോദിക്കുന്നുണ്ടാവുക. സോ എ ഇസ് ഈക്വൽ ടു 12 ആവുന്ന ഇൻസ്റ്റന്റിലെ റേറ്റ് ഓഫ് ചേഞ്ച് ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവർ തന്നിരിക്കുന്നത് ഡി വി ബൈ ഡി ടി ഇസ് ഈക്വൽ ടു 8 എന്ന്. സാറിന് എങ്ങനെ മനസ്സിലായി ഡി വി ബൈ ഡി ടി എന്നുള്ളത്? ഓക്കെ, ചില കുട്ടികൾ ഇതിനെ വോളിയം ആണ് 8 എന്ന് മനസ്സിലാക്കും. വോളിയം അല്ല 8, വോളിയത്തിന്റെ ചേഞ്ച് ആണ് 8. സെക്കൻഡ് വെച്ച് വോളിയം 8 സെന്റിമീറ്റർ ക്യൂബ് കൂടുകയാണ്. സോ ഡി വി ബൈ ഡി ടി ആണ് 8. സോ ഡി വി വോളിയത്തിന്റെ ചേഞ്ച് ആണെന്ന് മനസ്സിലായി, ഡി ടി ആണെങ്ങനെ മനസ്സിലായി, വിത്ത് റെസ്പെക്ട് ടു ടൈം ആണെങ്ങനെ മനസ്സിലായി. അത് നമുക്ക് യൂണിറ്റ് എന്ന് മനസ്സിലാവും. പിന്നെ ക്വസ്റ്റനിൽ പ്രത്യേകം സ്പെസിഫൈ ചെയ്ത് വിചാരിച്ചോ, വോളിയത്തിന്റെ റേറ്റ് ഓഫ് ചേഞ്ച് വിത്ത് റെസ്പെക്ട് ടു എഡ്ജ് ലെങ്ത് ആണെന്നോ വിത്ത് റെസ്പെക്ട് ടു റേഡിയസ് ആണെന്നോ അങ്ങനെ എന്തെങ്കിലും തന്നിട്ടുണ്ടെങ്കിൽ വിത്ത് റെസ്പെക്ട് ടു റേഡിയസ് ഡി വി ബൈ ഡി ആർ, അല്ലെങ്കിൽ വിത്ത് റെസ്പെക്ട് ടു എഡ്ജ് ലെങ്ത് ഡി വി ബൈ ഡി എ എന്നൊക്കെ നമുക്ക് എഴുതാം, അല്ലെങ്കിൽ ഡി വി ബൈ ഡി എക്സ് എന്നൊക്കെ എഴുതാം. ഒന്നും തന്നിട്ടില്ലെങ്കിൽ വിത്ത് റെസ്പെക്ട് ടു ടൈം ആയിട്ട് നമ്മൾ അതിനെ കൺസിഡർ ചെയ്യാം. ഓക്കെ, സോ ഡി വി ബൈ ഡി ടി ഇസ് ഈക്വൽ ടു 8 ആണ് ക്വസ്റ്റനിൽ പറഞ്ഞ്. ഹൗ ഫാസ്റ്റ് ദ സർഫസ് ഏരിയ ഇൻക്രീസിംഗ്. ഓക്കെ, സർഫസ് ഏരിയയുടെ ഞാൻ താൽക്കാലികമായി എസ് എന്ന് വിളിക്കുകയാണെങ്കിൽ ഡി എസ് ബൈ ഡി ടി എന്താണെന്നാണ് അവർ ചോദിക്കുന്നത്. ഏത് ഇൻസ്റ്റന്റിൽ? എഡ്ജ് ലെങ്ത് അഥവാ എ 12 ആകുന്ന ഇൻസ്റ്റന്റിൽ. ഓക്കെ, സോ രണ്ട് കാര്യങ്ങൾ നമ്മളിവിടെ അറിയണം. ഒന്ന്, വോളിയത്തിന്റെ ഫോർമുല എന്ന് പറയുന്നത് എ ക്യൂബ് ആണ്, എ ആണ് എഡ്ജ് ലെങ്ത് എങ്കിൽ. പിന്നെ സർഫസ് ഏരിയയുടെ ഫോർമുല എന്ന് പറയുന്നത് 6a² ആണ്. ആക്ച്വലി സർഫേസ് 6 സർഫേസിൽ ഉണ്ടാവുക, ഒന്ന് ഇവിടെ അപ്പുറം ഇപ്പുറമൊക്കെ ആയിട്ട് 6 സർഫേസ് ഉണ്ടാവും. എല്ലാ സർഫേസും സ്ക്വയറിലാണ്. ഒരു സ്ക്വയറിന്റെ ഏരിയ a² ആണ്. സോ 6a² ആണ് സർഫേസ് ഏരിയ വരുന്നത്. ഓക്കെ, സോ ഡി എസ് ബൈ ഡി ടി ആണ് നമ്മളോട് ചോദിക്കുന്നത്. അത് ഏത് ഇൻസ്റ്റന്റിലെ ഡി എസ് ബൈ ഡി ടി ചോദിക്കുന്നത്? എ ഇസ് ഈക്വൽ ടു 12 ആകുമ്പോഴുള്ള ഡി എസ് ബൈ ഡി ടി. ഓക്കെ, ചോദിച്ചത് എന്താ നമുക്ക് അത് നോക്കാം. ഡി എസ് ബൈ ഡി ടി. So d by dt of surface area which is, ഇപ്പോൾ ds by dt പറഞ്ഞാൽ d by dt of s എന്താ 6a². അപ്പോൾ ഇവനെയാണ് ഡിഫറൻഷിയേറ്റ് ചെയ്യേണ്ടത്, 6a² ഡിഫറൻഷിയേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, ഇത് ഡിഫറൻഷിയേറ്റ് ചെയ്ത് എന്താ വരിക? a² ഡെറിവേറ്റീവ് സാർ നമുക്കറിയാം, a² ഡെറിവേറ്റീവ് 2a ആണ്. ഓക്കെ, 2a. ബട്ട് മക്കളെ ഇത് വിത്ത് റെസ്പെക്ട് ടു ടൈം ആണ് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്. ഇവിടെ ഉള്ളത് a ആണ്. സോ ഒരു ഡി എ ബൈ ഡി ടിയും കൂടി ഇവിടെ എഴുതണ്ടേ? ഓക്കെ, ഡി എസ് ബൈ ഡി ടി കംപ്ലീറ്റ് ആവാൻ വേണ്ടിയിട്ട് വിത്ത് റെസ്പെക്ട് ടു എ ആയിരുന്നെങ്കിൽ പ്രശ്നമില്ലായിരുന്നു, 6a² മതിയായിരുന്നു. ബട്ട് വിത്ത് റെസ്പെക്ട് ടു ടി ആണ്. ലൈക്ക് നമ്മൾ ഇപ്പോൾ y³ ഡിഫറൻഷിയേറ്റ് ചെയ്യാം, ഡിഫറൻഷിയേറ്റ് ചെയ്യാം വിത്ത് റെസ്പെക്ട് ടു എക്സ്. അപ്പോൾ നമ്മൾ 3y² എഴുതിയിട്ട് കാര്യമുണ്ടോ? ഒരു dy ബൈ dx കൂടെ എഴുതണ്ടേ? അപ്പോൾ അതേപോലെ തന്നെയാണ് ഇവിടെ a² ഡിഫറൻഷിയേറ്റ് ചെയ്തപ്പോൾ 6 കോൺസ്റ്റന്റ്, ആ 6 കോൺസ്റ്റന്റ് എഴുതാൻ മറന്നു ഇല്ലേ? ഓക്കെ, അത് ഞാൻ മറന്നു എഴുതാം കേട്ടോ. ഒരു 6 ഇവിടെ ഇൻറ്റു ചെയ്യാനുണ്ട്, 6 ഇൻറ്റു. ഓക്കെ, 6 കോൺസ്റ്റന്റ് അത് ഇവിടെ എഴുതിയിട്ടുണ്ട്. a² ഡെറിവേറ്റീവ് 2a, പിന്നെ എൻ്റെത് ഡി എ ബൈ ഡി ടി. അപ്പോൾ ഇങ്ങനെ വരും, 6 ഇൻറ്റു 2a ഇൻറ്റു ഡി എ ബൈ ഡി ടി വരും, ഡി എസ് ബൈ ഡി ടി. ഓക്കെ, ഇനിയിപ്പോൾ ഈ ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആവണമെങ്കിൽ എ ഇസ് ഈക്വൽ ടു 12 ആണെന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. എ 12 ആകുന്ന ഇൻസ്റ്റന്റിലാണ്. അപ്പോൾ എക്ക് ഇവിടെ 12 കൊടുത്താലും ഡി എ ബൈ ഡി ടി ഇല്ലാത്തത് കൊണ്ട് നമുക്കിത് ചെയ്യാൻ വേണ്ടി പറ്റില്ല, അത് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഡി എ ബൈ ഡി ടി ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടോ? തന്നിട്ടുണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു സെന്റൻസ് അതിനകത്ത് ഉണ്ടാവും. ദ എഡ്ജ് ലെങ്ത് ഇസ് ഇൻക്രീസിംഗ് അറ്റ് ദ റേറ്റ് ഓഫ് ഇത്ര സെന്റിമീറ്റർ പെർ സെക്കൻഡ് എന്ന് പറഞ്ഞിട്ട് തന്നിട്ടുണ്ടാവും. ബട്ട് എഡ്ജ് ലെങ്ത്തിന്റെ റേറ്റ് ഓഫ് ചേഞ്ച് നമുക്ക് തന്നിട്ടേ ഇല്ല. സോ ഡി എ ബൈ ഡിനെ പറ്റി നമുക്ക് യാതൊരു ഐഡിയ ഇല്ല. ഓക്കെ, സോ അപ്പോൾ അങ്ങനെ അത് ചെയ്യാം. ഓക്കെ, ഡി വി ബൈ ഡി ടി 8 തന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമായിരിക്കും അല്ലേ? സോ വി പറഞ്ഞു കഴിഞ്ഞാൽ ഡി ബൈ ഡി ടി ഓഫ് വി പറഞ്ഞ a³ ഡെറിവേറ്റീവ് ഡെറിവേറ്റീവ് എന്താ? 3a² കഴിഞ്ഞോ? ഇല്ല, ഡി എ ബൈ ഡി ടി കൂടി വേണം വിത്ത് റെസ്പെക്ട് ടു ടൈം ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്. ഇത് 8 ആണ് ക്വസ്റ്റനിൽ പറഞ്ഞിട്ടുണ്ട്. സോ അതിൽ നിന്നും
DA/dt is equal to 8/3x² എന്ന് കിട്ടും. കാരണം ഇവിടെ DA/dt കിട്ടാത്തതുകൊണ്ടാണ് ഇവിടെ പ്രോബ്ലം മുടങ്ങി കിടന്നത്. അപ്പോൾ ഇവിടെ DA/dt is equal to 8/3x² കിട്ടി. ഇത് നേരെ എടുത്ത് ഇവിടെ കൊണ്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്കിവിടെ dB/dt is equal to ds/dt is equal to ഇതാണല്ലോ സാധനം. ds/dt is equal to 6 into 2a into പിന്നെന്താ ബാക്കിയുള്ളത് ഒരു DA/dt ഉണ്ട്. DA/dt 8/3a². 8/3a². ഓക്കെ. ഇനി എഡ്ജ് ലെങ്ത് a is equal to 12 ആണ്. എക്ക് 12 എപ്പോൾ വേണമെങ്കിലും കൊടുക്കാം. നമുക്ക് ആദ്യം കട്ട് ചെയ്യാനുള്ള കട്ട് ചെയ്യാൻ എന്തൊക്കെയാണുള്ളത്? ഇവിടെ എന്തായാലും 3 കട്ടായി, ഇവിടെ 6 കട്ടായിട്ട് ഇവിടെ ഒരു 2 ബാക്കി വന്ന്. സോ 2 into 2a ഉണ്ട്. പിന്നെ ബാക്കി ഇവിടെ a² ഇതും കട്ടായി. പിന്നെ ബാക്കി ഇപ്പം എന്താ ഉള്ളത്? 2 into 2 into 8/a ഉണ്ട് അല്ലേ? 2 into 2 into 8/a ഉണ്ട്. സോ 2 into 2 into 8/a പറഞ്ഞാൽ 12. ഇത് 2 into 2 4 ആണ്. ഇത് കട്ട് കഴിഞ്ഞാൽ ഇവിടെ 3 വന്ന്. അപ്പോൾ ഫൈനൽ ആൻസർ 8/3. യൂണിറ്റ് എന്താ വരിക? സെന്റിമീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ്. കാരണം ഏരിയ വിത്ത് റെസ്പെക്ട് ടു ടൈം ആണ്. ds/dt ആണ്. സർഫസ് ഏരിയ വിത്ത് റെസ്പെക്ട് ടു ടൈം. സോ സെന്റിമീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ്. ഓക്കെ. സോ ഇതേപോലെയല്ല ഇതൊന്ന് ഡിഫറെന്റ് ആയിട്ടുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. എ ലാഡർ 5 meter long is leaned against a wall. 5 മീറ്റർ നീളമുള്ള ഒരു ഏണി ഒരു മതിലിന്റെ മേലെ ചാരി വെച്ചിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ ഇതാണ് മതിൽ. ഓക്കെ. ഇത് മതിൽ, ഇത് ഗ്രൗണ്ട്, റൈറ്റ്? ഇവനാണ് ഏണി, ഇത് ഏണി. സോ 5 മീറ്റർ നീളമുള്ളൊരു ഏണി ഒരു മതിലിന്റെ മേലെ ചാരി വെച്ചിട്ടുണ്ട്. ഓക്കെ, നല്ലതാണ്. ഓക്കെ, 5 മീറ്റർ. The bottom of the ladder is pulled along the ground. ഓക്കെ. അപ്പോൾ ഈ ബോട്ടം ഇവനെ പിടിച്ചിട്ട് എന്താക്കുന്നുണ്ട്? along the ground ഇങ്ങനെ വലിക്കുന്നുണ്ട്. ഓക്കെ. ഇവനെ അങ്ങോട്ട് വലിക്കുന്നുണ്ട്. എത്ര സ്പീഡിലാണ് വലിക്കുന്നത് എന്നുള്ളത് തന്നിട്ടുണ്ടെന്ന്. ഓക്കെ. ബോട്ടം ഓഫ് ദ ലാഡർ ഇസ് പുൾഡ് along the ground away from the wall at the rate of 2 centimeter per second. സോ 2 സെന്റിമീറ്റർ പെർ സെക്കൻഡിൽ ഇവനെ പിടിച്ച് വലിക്കുന്നുണ്ട്. സോ മതിലിന്റെ മേലെ ഒരു ഏണി ചാരി വെച്ച് നിങ്ങൾ സങ്കല്പിച്ചു അതിന്റെ അടിഭാഗം പിടിച്ച് വലിക്കണം. എങ്ങനെ വലിക്കുന്ന അറിയോ? along the ground. സോ ഗ്രൗണ്ടിന് പാരലൽ ആയിട്ടാണ് വലിക്കുന്നത്. ഇവിടുന്ന് പിടിച്ചിട്ട് കൂടെ പൊക്കല്ല. ഓക്കെ. ഇങ്ങനെ ഗ്രൗണ്ടിന് പാരലൽ ആയിട്ട് ഇങ്ങനെ മെല്ലെ മെല്ലെ വലിക്കണം. ഒബ്വിയസ്ലി ഇത് മെല്ലെ മെല്ലെ താഴത്തേക്ക് വരാൻ വേണ്ടി തുടങ്ങും. ഓക്കെ. ഇപ്പൊ ഇങ്ങനെ മെല്ലെ മെല്ലെ സ്ലിഡ് ആവാൻ വേണ്ടി തുടങ്ങും. ഇങ്ങനെ പിടിച്ചു ഇങ്ങനെ വെച്ചല്ലേ ഇങ്ങനെ സ്ലിഡ് ആവാൻ വേണ്ടി തുടങ്ങും. സോ 2 സെന്റിമീറ്റർ പെർ സെക്കൻഡ് വെച്ചിട്ടാണ് വലിക്കുന്നത് പറഞ്ഞ്. ഓക്കെ. ഹൗ ഫാസ്റ്റ് ഇസ് ദ ഹൈറ്റ് ഓൺ ദ വാൾ ഡിക്രീസിങ്? സോ ഹൈറ്റ് കുറയുന്നത് എത്ര പെട്ടെന്നാണ്? സോ ഇവിടെ പിടിച്ച് വലിക്കുമ്പോൾ ഈ ക്വാണ്ടിറ്റി ഇങ്ങനെ വരുന്നതിനനുസരിച്ച് ഇതിങ്ങനെ മെല്ലെ കുറയും. സോ ഈ ഒരു ക്വാണ്ടിറ്റി ഉണ്ടല്ലോ, ഈ ഹൈറ്റ്, അത് കുറയുന്നത് എത്ര പെട്ടെന്നാണ് എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ. സോ നമുക്കൊരു കാര്യം ചെയ്യാം. അത് ഏത് ഇൻസ്റ്റന്റിലാണ്? നമുക്ക് എപ്പോഴും ഏതെങ്കിലും ഇൻസ്റ്റന്റിലാണല്ലോ ചോദിക്കുക. ഹൈറ്റ് ഓൺ ദ വാൾ ഡിക്രീസിങ് വെൻ ഫൂട്ട് ഓഫ് ദ ലാഡർ ഇസ് 4 meter away from the wall. ഓക്കെ. ഇത് 4 മീറ്റർ ആകുന്ന ആ ഇൻസ്റ്റന്റിലുള്ള റേറ്റ് ഓഫ് ചേഞ്ച് ആണ് വേണ്ടത്. എപ്പോഴും റേറ്റ് ഓഫ് ചേഞ്ച് ഇൻസ്റ്റന്റേനിയസ് ആണ്. അപ്പോൾ ഏതെങ്കിലും ഇൻസ്റ്റന്റിലാണ് ചോദിക്കുക. ഇത് 4 മീറ്റർ ആകുമ്പോഴുള്ള ഇൻസ്റ്റന്റിൽ 4 മീറ്റർ ആകുമ്പോൾ ഇവന് ഓട്ടോമാറ്റിക്കലി 3 മീറ്റർ ആയിരിക്കും കേട്ടോ. പൈതഗോറസ് തിയറം പ്രകാരം നിങ്ങൾക്ക് അറിയാലോ, 5² - 4² എന്ന് പറഞ്ഞാൽ 9 വരും. അതിന്റെ സ്ക്വയർ റൂട്ട് എടുത്ത് കഴിഞ്ഞാൽ 3 വന്നു. പൈതഗോറസ് തിയറം എല്ലാവർക്കും അറിയുന്നത് തന്നെ. ഓക്കെ. സോ നമുക്ക് ഇതിനൊരു മാത്സിലേക്ക് മാറ്റാൻ വേണ്ടി നമുക്ക് കാര്യം ചെയ്യാം. ഈ ഒരു ക്വാണ്ടിറ്റീനെ എക്സ് എന്നും ഈ ഒരു ക്വാണ്ടിറ്റീനെ വൈ എന്നും വിളിക്കാം. അതായത് ഇതിനെ എക്സ് എന്നും ഇതിനെ വൈ എന്നും വിളിച്ച്. ഓക്കെ. കാരണം ഇവിടെ വേറെ ഒന്നും ഇല്ലല്ലോ. ഇവിടെയൊക്കെ കൃത്യമായിട്ട് എന്താ പറയുക, ഏരിയ, എഡ്ജ് ലെങ്ത്, അങ്ങനെ ഓരോരോ സാധനങ്ങൾ ഉണ്ടായിരുന്നു. ഫോമിലൊക്കെ വെച്ചുള്ള കളിയാണ്. ബട്ട് ഇവിടെ നമുക്ക് ഈ ക്വാണ്ടിറ്റിനെ എക്സ് എന്നും ഈ ക്വാണ്ടിറ്റിനെ വൈ എന്നും വിളിക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുമ്പോൾ എക്സ് കൂടിക്കൊണ്ടിരിക്കുകയാണ്, വൈ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എക്സിന്റെ ക്വാണ്ടിറ്റി കൂടുന്നത് 2 സെന്റിമീറ്റർ പെർ സെക്കൻഡ് വെച്ചിട്ടാണ്. വൈന്റെ ക്വാണ്ടിറ്റി കുറയുന്നത് എത്ര റേറ്റ് വെച്ചിട്ടാണ് എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ. അപ്പോൾ എക്സും വൈയും കൂടുകയും കുറയും ചെയ്യുമ്പോഴും ഇവിടെ ഈ ഒരു റിലേഷൻഷിപ്പ്, പൈതഗോറസ് റിലേഷൻഷിപ്പ്, അത് അങ്ങനെ തന്നെ ബാലൻസ് ചെയ്തുകൊണ്ടായിരിക്കും മാറുക. x² + y² is equal to 5². base² + altitude square = hypotenuse square. ഇതിന് എന്തായാലും യാതൊരു മാറ്റമില്ല. ഇതങ്ങനെ ബാലൻസ് ചെയ്തുകൊണ്ടായിരിക്കും ഇതിനും ബാക്കിയുള്ള മാറ്റങ്ങളൊക്കെ സംഭവിക്കുക. സോ ഇതിനെ നേരെ നമ്മൾ വിത്ത് റെസ്പെക്ട് ടു ടൈം ഡിഫറൻഷിയേറ്റ് ചെയ്യുകയാണെങ്കിൽ, സാർ വിത്ത് റെസ്പെക്ട് ടു ടൈം ഡിഫറൻഷിയേറ്റ് ചെയ്യണമെന്ന് നമുക്ക് ഇങ്ങനെ തോന്നുക. കാരണം നമുക്ക് ചോദിച്ചിരിക്കുന്നത്, നോക്ക്, നമ്മൾ തന്നിരിക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് ഞാൻ പറയട്ടെ. dx/dt 2 centimeter per second ആണ് നമുക്ക് തന്നിട്ടുണ്ട്. എക്സിൽ ഉണ്ടാവുന്ന മാറ്റം അല്ലേ, എക്സ് എന്ന് പറഞ്ഞ ക്വാണ്ടിറ്റിയിൽ ഉണ്ടാവുന്ന മാറ്റം 2 centimeter per second ആണ്. വേണം മീറ്ററിലേക്ക് മാറ്റാം. ഇത് മീറ്ററിലേക്ക് മാറ്റാലും മാറ്റിയിട്ടില്ലെങ്കിലും 2 centimeter per second അതായത് 2/100 meter per second വേണമെങ്കിൽ മാറ്റാം. ബട്ട് റേറ്റ് ഓഫ് ചേഞ്ച് ആണെന്ന് മാറ്റിയാലും മാറ്റിയില്ലെങ്കിലും പ്രോബ്ലത്തിൽ വലിയ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല കേട്ടോ. ഓക്കെ. സോ ഞാൻ ഇങ്ങനെ 2 centimeter per second വെച്ചിട്ടുണ്ട്. സോ വലിയ വ്യത്യാസമല്ല, പ്രോബ്ലത്തിൽ വ്യത്യാസം ഉണ്ടാവില്ല. അതായത് 2 centimeter, ഇവിടെ മീറ്ററും ഇവിടെ സെന്റിമീറ്ററും അല്ലേ. അപ്പോൾ ചില കുട്ടികൾക്ക് ഡൗട്ട് ഉണ്ടാവും, സാർ സെന്റിമീറ്റർ മീറ്ററിലേക്ക് ആക്കണ്ടേ, 2/100 എഴുതണ്ടേന്ന്. എഴുതാം. ബട്ട് ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ആയതുകൊണ്ട് റേറ്റ് ഓഫ് ചേഞ്ച് ആയതുകൊണ്ടും ഇവിടെ മാറ്റിയിട്ടില്ലെങ്കിലും യാതൊരുവിധ പ്രശ്നവും ഇല്ല. മാറ്റിയിട്ട് വേണമെങ്കിൽ ചെയ്ത് നോക്കാം. ഓക്കെ. സോ എക്സിൽ ഉണ്ടാവുന്ന മാറ്റമാണ് 2 centimeter per second വെച്ച് കൂടുന്നുണ്ട്. വൈയിൽ ഉണ്ടാവുന്ന മാറ്റമാണ് ചോദ്യം. അതല്ലേ ചോദിച്ചത്.
ഇത് വൈയിൽ ഉണ്ടാവുന്ന മാറ്റം എത്ര ഹൈറ്റ് കുറയുന്ന റേറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. സോ വൈയിൽ ഉണ്ടാവുന്ന ചേഞ്ച് ആണ് ചോദിച്ചിരിക്കുന്നത്. സോ dy/dt ആണ് അവർ നമ്മളോട് ചോദിക്കുന്നത്. ഏത് ഇൻസ്റ്റന്റിൽ x is equal to 4ഉം y is equal to 3ഉം ആകുന്ന ആ ഇൻസ്റ്റന്റിലുള്ള dy/dt വേണ്ടത്. അപ്പോൾ അതാ ഞാൻ പറഞ്ഞത്, ഇവനെ വിത്ത് റെസ്പെക്ട് ടു ടൈം ഡിഫറൻഷിയേറ്റ് ചെയ്താൽ അതിൻ്റെ അകത്ത് dx/dt dy/dt ഒക്കെ പ്രസന്റ് ആവും. ഓക്കെ, സോ x² നേരെ അങ്ങ് ഡിഫറൻഷിയേറ്റ് ചെയ്ത് എത്ര വന്ന് 2x dx/dt വിത്ത് റെസ്പെക്ട് ടു ടൈം ആണ്. y² എന്ത് വന്ന് 2y dy/dt. 25 എന്തായാലും കോൺസ്റ്റന്റ് ആണ്, അവന്റെ ഡെറിവേറ്റീവ് 0. സോ ഇവിടെ വാല്യൂസ് എല്ലാം ഇവിടെ കൊടുക്കുകയാണെങ്കിൽ x 4 ആകുന്ന ഇൻസ്റ്റന്റിലല്ലേ. സോ 2 × 4 × dx/dt 2 ആണല്ലോ, അതും പറഞ്ഞ് 2 × y എത്ര y 3 ആണല്ലോ, അതും പറഞ്ഞ് dy/dt is equal to 0. ഓക്കെ, അപ്പോൾ പറഞ്ഞിരിക്കുന്ന ക്വാണ്ടിറ്റീസ് ഒക്കെ നമ്മളോട് ഇവിടെ എഴുതിയിട്ടുണ്ട്. സോ നമുക്ക് ഈ dy/dt ആണ് വേണ്ടത്. അപ്പോൾ ബാക്കിയുള്ള ക്വാണ്ടിറ്റീസ് ഒക്കെ അപ്പുറത്തേക്ക് പോട്ടെ. സോ dy/dt is equal to, അല്ലെങ്കിൽ ഇവരൊക്കെ മൾട്ടിപ്ലൈ ആയിട്ട് 2 × 4 × 2 2 × 4 8 8 × 2 16 അപ്പുറത്തേക്ക് പോട്ടെ. സോ 6 × dy/dt is equal to എത്രയായിരുന്നു? 2 × 4 8 × 2 16 -16. സോ dy/dt is equal to -16/6 -8/3 cm/s. ഓക്കെ, ഇപ്പൊ നമുക്ക് കിട്ടിയത് dy/dt നെഗറ്റിവിറ്റി. അതിന്റെ അർത്ഥം നമ്മുടെ ചോദ്യം എന്തായിരുന്നു? How fast is the height on the wall decreasing? So നിങ്ങൾ ആൻസർ ആയിട്ട് എഴുതുന്നത് height is decreasing at the rate of 8/3 cm/s. അവിടെ കൊണ്ട് നെഗറ്റീവ് എഴുതരുത്. സോ നെഗറ്റീവ് ഇട്ടാൻ കാരണം അത് ഡിക്രീസ് ചെയ്യുന്നുണ്ടെന്നുള്ളതുകൊണ്ടാണ്. അപ്പോൾ height is decreasing at the rate of -8/3 എന്ന് പറയരുത്. height is decreasing at the rate of 8/3 cm/s. സോ ഇതാണ് ഇതിന്റെ ആൻസർ. സോ നമ്മൾ റേറ്റ് ഓഫ് ചേഞ്ചിലെ കുറച്ച് രണ്ട് ഡിഫറെന്റ് ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ് ചെയ്തത്. ഇനിയും വീഡിയോസ് വേണമെങ്കിൽ, അതായത് ഇനി കിടക്കുന്നില്ലേ, എന്തൊക്കെ കിടക്കുന്നുണ്ട്, ഇൻക്രീസിങ് ഡിക്രീസിങ് ഫംഗ്ഷന്റെ കൺസെപ്റ്റ്, അതിലെ ക്വസ്റ്റൻസ്, മാക്സിമം മിനിമയുടെ കൺസെപ്റ്റ്, അതിലെ ക്വസ്റ്റൻസ്, ഇതൊക്കെ വേണമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്താൽ മതി. ബാക്കി സാധനത്തിൻ്റെ ഒക്കെ വീഡിയോസ് വഴിയേ ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഒരു സീരീസ് ആയിട്ട് കോണ്ടന്റ് വീഡിയോസ് ഇങ്ങനെ പോകുന്നുണ്ടാവും. വേണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, കമന്റ് ചെയ്യുക, മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക, ലൈവ് വാച്ച് ചെയ്യുക. കൺസെപ്റ്റിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ, ഇത് ഓൾറെഡി ലൈവ് കണ്ട് കൺസെപ്റ്റ് ഓക്കെ ഉള്ള കുട്ടികൾക്ക് ഇത് കുറച്ചും കൂടി ഫാസ്റ്റ് ആയിട്ട് മനസ്സിലാവും. അല്ലാതെ കുട്ടികൾക്ക് വീണ്ടും കാണേണ്ടി വരും ഓരോ സെക്കൻഡിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ കൺസെപ്റ്റിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈവ് ഒന്ന് വാച്ച് ചെയ്യുക. ഓക്കെ, സോ വിൽ മീറ്റ് ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ടിൽ ദെൻ ബൈ.